നീ ഇവിടെ ഇരിക്കായിരുന്നു. എന്താ എടി ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. എന്തിനാ നീ ഇതിന് അപ്പച്ചിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞേ. ചെറുതായിട്ടൊന്ന് കൈവിട്ട് പോയി. വിട്ടാരെ ഇനിയിപ്പൊ കിട്ടുമ്പോ എല്ലാവർക്കും കൂടി കിട്ടുള്ളൂ. ഞാനല്ലേ ദേഷ്യപ്പെട്ടത്. ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതാ പറഞ്ഞേ കിട്ടുമ്പോ എല്ലാവർക്കും കിട്ടുംന്ന്. നീ എന്താ ഇവളോട് പറഞ്ഞു? എന്താ അച്ഛമ്മ ഞാൻ എന്താ പറഞ്ഞേ? കണ്ട ഉരുണ്ട് കളിക്കണണ്ട ഉരുണ്ട്. എനിക്ക് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ നീ പറ എന്താ പറഞ്ഞാന്ന്. ഞാൻ പറയാം. നീ പറയണ്ട, അവള് പറയട്ടെ. അതെന്താ ചേച്ചി പറഞ്ഞ? നിനക്ക് വരുന്നാക്കില്ലേ? അച്ഛമ്മ എന്ത് പറയാന്ന് അച്ഛമ്മ? എപ്പോ അപ്പച്ചി ഞങ്ങളെ കണ്ടാലും ഈ രണ്ടേ ചോദ്യം ചോദിക്കാറുള്ളൂ. ഞാൻ ജോലിക്ക് പോകണ്ട, ചേച്ചി കല്യാണം കഴിക്കാനുള്ളേ, വേറെ ഒന്നും ചോദിക്കാനില്ല. അതെ, നിങ്ങളുടെ അപ്പച്ചി അവള്, അതുകൊണ്ട് ചോദിക്കുന്നതൊക്കെ ചോദിക്കും, എല്ലാം അറിയാൻ വേണ്ടി. ചോദിക്കുന്നെങ്കിൽ ചോദിച്ചോട്ടെ, പക്ഷെ എപ്പം വന്നാലും ഈ രണ്ട് കാര്യങ്ങൾ മറച്ചും തിരിച്ചങ്ങ് ചോദിക്കുക. കണ്ടമ്മേ എന്റെ വലിയ വർത്താനം കണ്ട അവളുടെ എന്തോടി നോക്കി പഠിപ്പിക്കണു. എന്തോ വെച്ചിരിക്കുന്നു? എടി നീ അല്ലടി മൂത്ത, നിനക്ക് ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൂടെ? ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണേ? ഇവള് പറഞ്ഞ കാര്യം ശരിയല്ലേ? അല്ലെങ്കിൽ ഈ അപ്പച്ചിക്ക് കുറച്ച് ചൊറിച്ചിൽ കൂടുതലാ. കുറച്ച് അധികം കൂടുതലാ ചൊറിച്ചില്. ഞാൻ കാണിച്ചുതരാം, രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചുതരാം. സരിതേ അങ്ങനെ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ആഹാ കാണിച്ചു തരാം കേട്ടാ. ഞങ്ങള് കാണാം. കൊണ്ടോ ഏറാത്തല പറയുന്നുണ്ടോ? പിന്നെയും വന്നേ ഇവിടുത്തെങ്ങളോട് എന്ത് വർത്താനം പറയണത്? വലിയ ചെറിയ ശരീരം വലിയ നാക്കണവർക്ക്. മാമ അവിടുന്ന് നീ അവിടെ നിൽക്ക്, രണ്ടെണ്ണം പറയട്ടെ. ഡി മര്യാദക്ക് രണ്ടും കൂടി ഇരുന്നോണം. അവളുടെ നേരം വെക്കിട്ട് കയറാൻ ചെല്ലരുത് കേട്ടോ. ആലോചിക്കാച്ചമ്മ. അവൾ ഇനി എന്താ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. അതെങ്ങനാ നേരാമണം വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും രണ്ടും. അച്ഛമ്മ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. എനിക്ക് അറിയത്തില്ല. എന്നാ പറഞ്ഞ അച്ഛമ്മ മര്യാദ കൊടുത്തേലേ തിരിച്ചു കിട്ടൂന്ന്. മര്യാദ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. മര്യാദക്ക് ഇരുന്നോണം രണ്ടും. എന്റെ പെണ്ണിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. അയ്യോ ഒന്നും പറയണില്ല. നീ എന്നാ പറഞ്ഞ ഒന്നും പറയണില്ലാന്ന് പറഞ്ഞതാ. അല്ല അപ്പൊ ഞങ്ങളാരാ? അത് മോള്, ഞങ്ങളോ? ഞങ്ങള് കൊച്ചുമക്കളല്ലേ? എടി കൊച്ചുമക്കളാണെ കൊച്ചുമക്കൾ നിക്കണ്ടടുത്ത് നിക്കണം. എന്നോട് എന്താ പറയണ്ടെന്ന് വെച്ചാൽ കൊച്ചുമക്കൾ പറയുന്ന രീതിയിലേ അച്ഛമ്മയോട് സംസാരിക്കാളൂ, അല്ലാതെ ഇങ്ങനെ പട്ടാളച്ചിട്ടൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. അമ്മ തന്നെ വളം വെച്ചു കൊടുത്തത്. അമ്മ കുറച്ച് റെസ്പെക്റ്റിൽ താഴ്ന്ന് നിർത്തി പഠിപ്പിക്കണമായിരുന്നു. അമ്മയുടെ തലയിൽ കയറി നിരക്കിച്ച്. അച്ഛമ്മയുടെ അതേ സ്വഭാവല്ലേ? അല്ല, അപ്പുറത്തെ ജാനകിയുടെ സ്വഭാവം വരും എനിക്ക്. അമ്മയുടെ സ്വഭാവം എന്റെ മകളാ എന്റെ വയറ്റിൽ നിന്ന് വന്ന, അപ്പൊ അവക്ക് എന്റെ സ്വഭാവം അല്ലാതെ കറക്കാറ സ്വഭാവം കാണോ? അത് ശരിയാ, സൂപ്പർ സ്വഭാവ. ഞങ്ങളുടെ സ്വഭാവത്തിന് എന്നാ കുഴപ്പം? എന്ത് കുഴപ്പം? നല്ല സൂപ്പർ സ്വഭാവം തന്നെ പറഞ്ഞേ. പങ്കപ്പെട്ട സ്വഭാവം. എങ്ങനെയാ ഞങ്ങളുടെ പെരുമാറ്റം? ബുദ്ധിയില്ല. എന്റെ ദൈവമേ. എടാ നീ ഡേറ്റ് എങ്ങനെയും ചോദിക്കട പൊട്ട. ഗ്രൂപ്പിലൊന്നും ഇടണ്ട, ഗ്രൂപ്പിലൊന്നും വേണ്ട, പേഴ്സണൽ അയച്ചാന്ന് പറഞ്ഞ അവനോട്. സപ്ലിയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. ഞാൻ അങ്ങനെയാലും മുങ്ങി ഒന്ന് എഴുതിക്കോളാം. 6 സപ്ലി ഒന്ന് തീരെ തന്നിട്ടില്ലേ ബാക്കി പൈസയുടെ കാര്യം ഒന്ന് വീണ്ടും വെക്കുന്നുണ്ടോ നീ അവന്റെ പൈസ? അപ്പൊ ചിക്കട്ടെ എന്റെ കുറി കാര്യം ഫോണിൽ പറയണത് ഞാൻ കേട്ടു. ഓ അപ്പച്ചി അത് സപ്ലി അല്ല, ഞാൻ പറഞ്ഞ സപ്ലൈ. എന്റെ ഫ്രണ്ടിനോട് കുറച്ച് വിത്ത് ഒന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് അറേഞ്ച് ചെയ്യുമായിരുന്നു. മോനെ, നിന്നെക്കാളും വലിയ ഊടായ്പ് കാണിച്ചിട്ടുള്ളോളാ ഈ ഞാൻ. എന്റെ അടുത്ത് വേലർക്കല്ലേ. എനിക്ക് സപ്ലൈ ഒന്നുമില്ല. ഈ സത്യം ഞാൻ ചേട്ടനെ വിളിച്ച് പറയും. പറയട്ടാ? എനിക്ക് സപ്ലൈ ഇല്ലല്ലോ, പിന്നെന്ത് ചേട്ടാ. അപ്പൊ സപ്ലി ഉണ്ട്. എന്റെ പൊന്നപ്പച്ചി, ഒരു മാർക്കിന് 6 സബ്ജക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി, അത്രേ ഉള്ളൂ. 1 മാർക്കിന് 6 സപ്ലി. ഇത് ഞാൻ എന്തായാലും എല്ലാവരോടും പറയും. അച്ഛനോടും പറയും, അമ്മയോടും പറയും, അമ്മൂമ്മയോടും എല്ലാവരോടും പറയും. അപ്പച്ചി അഗ്രികൾച്ചർ പഠിക്കാൻ ഭയങ്കര പാടാണ്. ഒന്ന് ക്ഷമിക്ക്. ഇതിന് നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയാൻ പോകുന്നു. അതെ, നീ ആ പെണ്ണ് വെള്ളം കൂടെ നീ എന്നെ കളിയാക്കിയില്ലേ, അതിന് നീ അനുഭവിക്കണം. ഞാനിപ്പോ ചേട്ടനോട് പറയാൻ പോവല്ല അതും. എന്റെ പൊന്നപ്പച്ചി പറയല്ലേ, ഇത് എന്ത് കഷ്ടമാ. ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. എന്നാ പറയുന്നില്ല. താങ്ക് യു അപ്പച്ചി. പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്താ ഗുണം? കുറച്ച് സൂര്യാന്തിയുടെ വിത്തുണ്ട്, എടുത്തങ്ങ് തരട്ടെ. എനിക്കത് വേണ്ട, എനിക്ക് വേറൊരു കാര്യം മതി. എന്തോന്ന്? നീ ആ പെൺപിള്ളേരെ കൂടെ നടന്ന് എന്നെ കളിയാക്കിയില്ലേ, അപ്പൊ നീ തിരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. പറ്റുമോ?
അവളുമാരുടെ മുന്നിൽ ആ ഞാൻ ആ സപ്പോർട്ട് ചെയ്യാൻ എന്ത്? രണ്ടും കൂടെ എന്നെ പഞ്ഞിക്കിടും. എന്നാ ഞാൻ പോയി പറയാം. വേണ്ട, വേറെന്തെങ്കിലും. ഇല്ല, നീ അവളുമാരെ മുമ്പിൽ ചെന്ന് അപ്പച്ചി സൂപ്പറാ, അപ്പച്ചി മിടുക്കിയാ, അടിപൊളിയാ, പിന്നെ പറയണം അപ്പച്ചി പറയുന്ന ശരി എന്ന് പറയണം. കൂടെ വന്നങ്ങ് തള്ളണം. തള്ളണം. ആ ശരി. നവാ തള്ളണം. ആ ഇപ്പഴാ? ഇപ്പൊ പറയണം. കുറച്ചുകൂടെ കഴിഞ്ഞ് പോരെ. ഇല്ല, ഇപ്പൊ വാ. ഇപ്പൊ തന്നെ പറയണം. ഇപ്പൊ തന്നെ വേണോ? വേറെ ഇരിക്കാ. ഉറപ്പാണോ? ഓ പൊക്കിടിക്ക്. കമോൺ. ഉറപ്പാണല്ലോ. ആ വാടാ, നീ വാട ചക്കര ആയാ. മക്കളെ, സംഭവം അവൾക്ക് ഇച്ചിരി ചൊറിച്ചൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത്രയൊന്നും പറയണ്ടായിരുന്നു. അമ്മ, അക്കാര്യത്തില് ഞാൻ ചേച്ചിമാരെ കൂടെ മാത്രം നിൽക്കുള്ളൂ. ഇവിടെ ഈ ബഹളം വെച്ച് നടക്കുന്നേ ഉള്ളൂ. ആള് പാവമാ. അത്ര പാവൊന്നല്ല. ഓ നിങ്ങളൊന്ന് അടങ്ങ്. കുറച്ച് ദിവസം കൂടിയല്ലേ, അത് കഴിഞ്ഞ് അവളങ്ങ് പോകൂലേ. എന്റെ ദൈവമേ, കുറച്ച് ദിവസം കൂടി സഹിക്കണ്ടേ? കുറച്ച് കൂടുന്നുണ്ടേ, നിർത്തിക്കേ. അവിടെയാണ് ഇരുന്നാ പോരെ, വെറുതെ ഞങ്ങളുടെ പുറകെ നടക്കുന്നത് എന്തിനാ നടക്കുന്നത്? അല്ലെങ്കിൽ ഇവിടുമാർക്ക് അപ്പച്ചിയോട് അഹങ്കാരം വരെ നീടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. സഞ്ജു പറഞ്ഞു കൊടുക്കടാ. എന്താണ് സഞ്ജു? മോനെ അടങ്ങ് നീ. ചേച്ചി എന്തോ കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവൻ മറുകണ്ടം ചാടത്തില്ല. എന്താടാ പറയ്. ഒരു മറികണ്ണം ചാടിയതല്ല, എനിക്ക് എന്റെ അപ്പച്ചിയെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇഷ്ടോ? എന്ന് മുതല്? കുറച്ച് നേരത്തൊന്നും കണ്ടില്ലല്ലോ. എന്താണെങ്കിലും അപ്പച്ചി നിന്നെ തേക്കും, നീ നോക്കൂ. സ്വന്തം അപ്പച്ചീനെ നിർത്തി അപമാനിക്കുന്നത് കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരമ്മ. എന്റെ അമ്മേനെ പറഞ്ഞല്ലോ. എന്ത് ചെയ്യും? പിള്ളേരങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവം കൊണ്ടായിരിക്കും. എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പം? ചേച്ചിയേക്കാളും നല്ല സ്വഭാവം എന്റെ സ്വഭാവം. നിർത്തടി, മതിയാക്ക. എത്ര കല്യാണാലോചന വന്നതാ ചേട്ടാ ചേട്ടന്? എന്റെ ആ കൂട്ടുകാരി രമണിയുടെ കല്യാണം വന്നതല്ലേ? ആരേ രമണി? ഞാൻ അതുവരെ കേട്ടില്ലല്ലോ. അപ്പച്ചിയുടെ കൂട്ടുകാരത്തി. അല്ല, ഈ രമണിയെ കുറിച്ചൊന്നും നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്ത് പറയാനാ? നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, അതവിടെ തീർന്നു. കല്യാണം ഉറപ്പിച്ചു പോയതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ?